55573 പോയി. ഒരു പറഞ്ഞില്ല, ഇത്രയും വർഷമായിട്ട് എനിക്കിങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടില്ല. ഇത് 1 വീക്കായിട്ട് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരു പ്രൊഡക്റ്റിൻ്റെത്. അപ്പം എനിക്ക് മാർക്കറ്റിൽ കോമ്പറ്റ് ചെയ്യാൻ എൻ്റെ അതിമോഹം എന്ന് പറയാം. പിന്നെ അച്ഛൻ്റെ തറവാട്ടിൽ രാമപുരത്ത് ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ അടുത്ത പേയ്മെൻറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു ഫംഗ്ഷനാണ്. പിന്നെ ഈ സൈബർ ക്രൈമിൻ്റെ 1930 നമ്മൾ വിളിച്ചു ഇമ്മീഡിയറ്റ്. നമ്മളങ്ങനെ ഇലക്ട്രോണിക് സിറ്റി പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ ആദ്യമായിട്ടാണ് സൈബർ പോലീസ് സ്റ്റേഷൻ കാണുന്നത്. നമ്മളെ ഓപ്പറേഷൻ ജാവ ടൈപ്പിൽ കുറേ ആൾക്കാർ ഇരുന്നിട്ടുണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ടാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ ഒരു സിമിലർ ഇൻസിഡൻറ്റ് വരുന്നു. വേറൊരു ഹായ്, അതെ, തമ്പനിയിൽ കണ്ട പോലെ തന്നെ 55573 പോയി. ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. എന്ത് വിചാരിച്ചാൽ പിന്നെ ഞാൻ അത്രയും കെയർഫുള്ളാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ. ഇതിപ്പം 41 വർഷമായി ഞാൻ ഈ ഭൂമിയിൽ വന്നിട്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഇത്രയും കാലം ഞാൻ പണ്ടേ ഈവൻ ബസ്സിൽ കയറുമ്പോഴാണെങ്കിലും നമ്മൾ പോക്കറ്റ് പേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ശ്രദ്ധിക്കും പേഴ്സ് ആരെങ്കിലും തൊടുന്നുണ്ടോ. അത്രത്തോളം കെയർഫുള്ളാണ്. ഏത് പിന്നെ പുറത്ത് പോകുമ്പോൾ ക്രൗഡിൽ പോകുമ്പോഴും ഈവൻ മാലയാണെങ്കിലും നമ്മൾ അന്നേ ശ്രദ്ധിച്ച്. പക്ഷേ ഇന്നേ വരെ പറഞ്ഞില്ല, ഇത്രയും വർഷമായിട്ട് എനിക്കിങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടില്ല. എന്നിട്ട് ഇതൊരു ആകെ ഒരു ഭയങ്കര ഷോക്ക്. ആ ഷോക്ക് ഇപ്പം എൻ്റെ മുഖത്ത് കാണുന്നുണ്ടാവില്ല. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സംഭവം നടന്നിട്ട് ഏകദേശം 1 വർഷം ആവാൻ പോവാണ്. കഴിഞ്ഞ 2023 മാർച്ചിലാണ് എൻ്റെ പൈസ നഷ്ടപ്പെടുന്നത്. അപ്പം എനിക്കിന്ന് എന്തുകൊണ്ടാണ് അത് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, ശരിയാണ്, അന്ന് എനിക്കിങ്ങനെ ഒരു ചാനലും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ഇത് കാരണം ഓക്കെ എല്ലാവരും ഒന്ന് അറിയട്ടെ. ഇങ്ങനെ ഫ്രോഡ്, പല ടൈപ്പ് ഫ്രോഡ് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കേൾക്കുന്നതാണ്. എനിക്കെങ്ങനെയാണ് പറ്റിയതെന്ന് ഞാൻ എൻ്റെ പിന്നെ ഇതിൽ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിപ്പോൾ ഒരു വഴിത്തിരിവ് ഉണ്ടായതുകൊണ്ടാണ്. കാശ് കിട്ടിയില്ല, ഇനിയും കാശ് കിട്ടിയില്ല. 1 വർഷമായി ഏകദേശം. പിന്നെ എന്നിട്ട് എന്നാ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതേപോലൊരു മാർച്ചിൽ നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാനിലായിരുന്നു. ആ സമയമായിരുന്നു ഏകദേശം ഈ നാട്ടിൽ പോകാനുണ്ടാവുന്ന ഏകദേശം ഒരു 1 വീക്ക് എന്നെല്ലാം പറയുന്നതിൽ നമ്മൾ എന്തെങ്കിലുമായിട്ട് തിരക്കുണ്ടാവും. ആ തിരക്കിൽ തന്നെ നമ്മളിപ്പം ബിസിനസ്സാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗുജറാത്തിൽ നിന്നൊക്കെ നമ്മൾ മെറ്റീരിയലൊക്കെ എടുക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പുള്ളി ഇങ്ങനെ ഒരു 1 വീക്കായിട്ട് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരു പ്രൊഡക്റ്റിൻ്റെത്. അപ്പോൾ അവന് ടെക്നിക്കലി എല്ലാം പിന്നെ നോളജ് ഉണ്ട്. അപ്പം അവൻ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ ഫ്രോഡിൻ്റെ അവരൊരു മൈൻഡ് എങ്ങനെയാണ് കളിക്കുന്നതെന്നില്ലാണ് ഒരാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അവൻ 1 വീക്കായിട്ട് എന്നോടിങ്ങനെ സംസാരിച്ച്, ഞാൻ എടുക്കേണ്ട പ്ലാനേ ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ഒന്നാമത് എനിക്കറിയാത്തൊരു ആളാണ്. പിന്നെ ഇവർക്കൊക്കെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പുറത്തുനിന്ന് എടുക്കുമ്പം നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ മെറ്റീരിയൽ അവിടുന്ന് വിടുള്ളൂ അവർ. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ അറിയാത്ത അധികം കണ്ടിട്ട് ഞാൻ വിട്ടതായിരുന്നു. പിന്നെ അങ്ങനെ പറഞ്ഞ് ഇവൻ ഒരു 1 വീക്കൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ പിന്നെ പ്രൈസ് എന്താ വെച്ചാൽ എനിക്ക് വളരെ ചെറിയൊരു ഡിഫറൻസ് ഇവിടുന്ന് അവിടുന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ നമ്മളെ ഗോഡൗണിൽ വരെ സാധനം എത്തുമ്പം എനിക്കൊരു അത്യാവശ്യം നല്ലൊരു പ്രൈസിനാണ് അത് കിട്ടുന്നത്. ആ ഒരു റീസൺ കൊണ്ട് തന്നെ അപ്പം എനിക്ക് മാർക്കറ്റിൽ കോമ്പറ്റ് ചെയ്യാൻ എൻ്റെ അതിമോഹം എന്ന് പറയാം. പിന്നെ അങ്ങനെ ഈ സംസാരിച്ചാവുമ്പോൾ നമ്മൾ അവനുമായിട്ട് അറിയാതെ നമ്മൾ ഒരു പരിചയം പോലെ ആയി. ആ സംസാരം കുറച്ച് നീണ്ടല്ലോ, 1 ആഴ്ചത്തോളം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസമൊക്കെ വിളിക്കും. പിന്നെ വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് അയക്കും. വിളിക്കൽ കുറവാണ്, അധികം വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാം. അപ്പോൾ അങ്ങനെ ഫൈനലി ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഒരു സാമ്പിൾ ഓർഡർ പ്ലേസ് ചെയ്യാം. ആ ഒരു ധാരണയിലെത്തി. അവനോട് സാമ്പിൾ ഓർഡർ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ 1, 2, 3 മോഡൽ സെലക്ട് ചെയ്തിട്ട് പ്ലാനിൽ ചെയ്യുമ്പോഴേക്ക് തന്നെ ഏകദേശം 55,000 ആ ലെവലിലായി അത്. അപ്പോൾ ഞാൻ മണ്ടൻ തീരെ എന്തോ ഒരു വിശ്വാസം, അവനോട് സംസാരിക്കുമ്പോൾ ഒരു വിശ്വാസം വന്നു. അത് ഞാൻ വൈഫിനോട് ഡിസ്കസ് ചെയ്തു. പക്ഷേങ്കിൽ അവളും അത്ര ക്ലിയർ ആയിട്ട് അവൾക്ക് അറിയില്ല. ഞാൻ ക്യാഷ് കൊടുത്തു, ഇത്ര സീരിയസ് ആണോ എന്നുള്ളതിൽ അവളോടും ആ തിരക്കിനടക്കാം, നാട്ടിൽ പോകുന്നതിൻ്റെ ടൈം ആയതുകൊണ്ട്
ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ 50% അഡ്വാൻസ് കൊടുക്കണം. 50% അഡ്വാൻസ് കൊടുത്തു. 50% അഡ്വാൻസ് കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് പ്രോസസ്സ് ചെയ്യണമല്ലോ, അപ്പോൾ ഒരു ടൈം എടുക്കും പ്രോസസ്സിങ്ങിന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അതെല്ലാം കഴിഞ്ഞ് നാട്ടിൽ പോയി. നാട്ടിലെത്തിയവരാണ് എഗെയിൻ ഒരു കോൾ വരുന്നത്, സാർ നിങ്ങളെ മെറ്റീരിയൽ റെഡി ആയിട്ടുണ്ട്, ബാലൻസ് ഇത്ര എമൗണ്ട് അവൻ എനിക്ക് ബില്ലൊക്കെ അയച്ചു തന്നു, ബാലൻസ് ഇത്രയാണ്, ഒരു മിത്സു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിലാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്, ഒരു കമ്പനി ഉണ്ട്, എല്ലാം കാണുന്നുണ്ട്. നമ്മൾ അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒരു കമ്പനി ഉണ്ട്, അവരിതാണ് പ്രൊഡക്ഷൻ ഉണ്ട് അവർക്ക്. അപ്പോൾ നമ്മളങ്ങ് വിശ്വസിച്ചു, ഇത് ശരിക്കും അവിടെ നിന്ന് തന്നെയാണ് വിളിക്കുന്നതെന്നെല്ലാം വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാലൻസ് പേയ്മെൻറ്റ് പേ ചെയ്യാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് നാട്ടിൽ അച്ഛൻ്റെ തറവാട്ടിൽ രാമപുരത്ത് ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ അടുത്ത പേയ്മെൻറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു ഫംഗ്ഷനായും പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ സെക്കൻഡ് പേയ്മെൻറ്റും ചെയ്തു. സെക്കൻഡ് പേയ്മെൻറ്റ് ചെയ്ത് പിന്നെ നാട്ടിലെത്തുമ്പോൾ നമ്മളൊരു തിരക്കുണ്ടാവുമല്ലോ അങ്ങനെയുള്ളതായിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞൊരു 2 പിന്നെ അവൻ ഡിസ്പാച്ചും ചെയ്തു എന്ന് പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നെ ട്രാൻസ്പോർട്ട് അയക്കുന്നോട്ട് അവൻ എന്ത് അയച്ചില്ല. ട്രാൻസ്പോർട്ടേഷൻ പിന്നെ അത് കുറച്ച് ഡിലേ ആയി. ഒരു ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞിട്ട് അയച്ചു, പിന്നെ എന്തോ പേര് വന്നിട്ട് എനിക്കത് ട്രാക്കിങ്ങിലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു സംശയം കുടുങ്ങി നമുക്ക്. അത് ഇത്ര ഡിലേ പിന്നെ അയച്ചതിൻ്റെ അവൻ ഡീറ്റെയിൽസ് തന്നില്ലല്ലോ. അപ്പോൾ മെറ്റീരിയൽ എന്തായി എവിടെ എത്തിയെന്ന് ചോദിക്കാൻ വേണ്ടി രണ്ടാമത് വിളിക്കാൻ നോക്കി. അപ്പോഴാണ് ഈ നമ്പർ കിട്ടുന്നില്ല, വാട്സപ്പ് കിട്ടുന്നില്ല. അപ്പോൾ ഈ കോണ്ടാക്റ്റ് എല്ലാം അവൻ ക്യാഷ് കിട്ടിയ പാടെ തന്നെ നമ്മളെ ഫസ്റ്റ് പേയ്മെൻറ്റും സെക്കൻഡ് പേയ്മെൻറ്റും കിട്ടിയ തന്നെ നമ്മളെ ബ്ലോക്ക് ചെയ്ത് അവൻ ടോട്ടലി. ഞാൻ ശരിക്ക് മാർച്ചിലാവും വിളിച്ചാലും നമ്മൾ പേയ്മെൻറ്റ് ചെയ്തത് ഏപ്രിൽ 22 ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തത്. ഏപ്രിൽ 24 ഞാൻ നാട്ടിൽ നിന്ന് സെക്കൻഡ് പേയ്മെൻറ്റ് ചെയ്തത്. ഈ വിഷുവിൻ്റെ ടൈമിനാണ് നമ്മൾ നാട്ടിൽ പോയത്, സെക്കൻഡ് പേയ്മെൻറ്റും ചെയ്തത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റിയലൈസ് ആയി, ദൈവമേ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വലിയ പറ്റിക്കൽ, ഒരു ചെറിയ എമൗണ്ട് അല്ല, 10,55,000 റുപ്യ, 55,524. അപ്പോൾ പിന്നെ 573. അപ്പോൾ അത്ര വലിയൊരു എമൗണ്ട് പോയി എന്നുള്ളതിൽ ആ റിയാലിറ്റിയിൽ വന്നേരം ആകെ ശരിക്കും ഭയങ്കര ഷോക്കായി ഞാൻ. ശരിക്കും അയ്യോ എന്താ ചെയ്യുക, ഇതെന്ത് മണ്ടത്തരാണ് ഞാൻ ചെയ്തതെന്നല്ല. അപ്പോൾ അതാണ് പറ്റിക്കുന്നവരെന്ന് പറഞ്ഞാൽ ആ മൊമെൻറ്റിൽ നമ്മളെ യൂസ് ചെയ്ത് അത് കഴിഞ്ഞപാടെ പോയി. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല. അപ്പം പിന്നെ ഓക്കെ, വൈഫും ഫുൾ സപ്പോർട്ടീവ് ആയിരുന്നു. സംഭവിച്ചു, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് നമ്മൾ പിന്നെ ഈ സൈബർ ക്രൈമിൻ്റെ 1930 നമ്മൾ വിളിച്ചു. ഇമ്മീഡിയറ്റ് നമ്മളിത് മനസ്സിലാക്കിയ പാടന്നെ പിന്നെ ഇമ്മീഡിയറ്റ് നമ്മൾ അപ്പോൾ മൊത്തം റിയലൈസ് ചെയ്തല്ലോ, 1930 വിളിച്ചു. അപ്പോൾ അവിടെ വിളിച്ചേരം നമ്മൾ ഡിലേ ആയില്ലേ, പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു 1 വീക്ക് മെറ്റീരിയലിന് വരുമോ എന്നില്ല ഇതിൽ. അപ്പോൾ ആ ഡിലേ ആയി. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഓൺലൈനിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു പൈസ നഷ്ടപ്പെട്ടിട്ട് ഇമ്മീഡിയറ്റ് നിങ്ങൾ ഏകദേശം ഒരു വിത്തിൻ നെക്സ്റ്റ് ഡേയിലൊക്കെയാണ് റിയലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെയിം ഡേയിൽ തന്നെ ആഫ്റ്റർ സം അവേഴ്സ് നിങ്ങൾ റിയലൈസ് ചെയ്യാണ് നമ്മൾ പറ്റിക്കപ്പെട്ടു എന്നാണെങ്കിൽ ഇമ്മീഡിയറ്റ് ഈ 1930 വിളിക്കുകയാണെങ്കിൽ അവർ ബാങ്കിൽ കോർഡിനേറ്റ് ചെയ്ത് ഏത് ബാങ്കാണ് അവിടെ ഫ്രീസ് ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മൾക്കത് എമൗണ്ട് തിരിച്ച് കിട്ടും. അപ്പോൾ അത് കുറച്ച് ഈസി ഉണ്ട്. ഈ ഡിലേ വന്നതുകൊണ്ട് നമുക്കതിന് ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ പിന്നെ സൈബറിൽ ഇത് ചെയ്തു. സൈബറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തു. അവരതിൻ്റെ വലിയ ഫോം ഉണ്ടായിരുന്നു. ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ഇത് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ നാട്ടിലാണുള്ളത്. അപ്പം അവർ പറഞ്ഞു, അവരൊരു മെയിലൊക്കെ വന്നു, ആ ഒരു നമ്പറൊക്കെ രജിസ്റ്റർ ആയി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ സൈബറിൽ റിപ്പോർട്ട് ചെയ്യണമെന്നില്ല ഇതിൽ നമ്പർ വന്നു. പിന്നെ നമ്മൾ ഈ സൈബർ ഇതിൽ ഫോമെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പം നമുക്ക് നമ്പറൊക്കെ കിട്ടി. അത് തുടങ്ങിയാരെല്ലാം അവരെ ഇതിൽ പറയുന്നത് ആ നമ്പർ വന്നു കഴിഞ്ഞാൽ തന്നെ അവരവരുടെ പിന്നെ അവർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ലൊക്കെയാണ് ഏതിലും വായിച്ചിറങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഓൾറെഡി സ്റ്റാർട്ടായിരുന്നു. അപ്പം പിന്നെ ബാംഗ്ലൂർ വന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അപ്പോൾ നമുക്ക് ക്ഷമയില്ല, നമ്മളെന്ന് എങ്ങനെ ഇവനെ പിടിക്കാമെന്നില്ല. നമ്മൾ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം മീരി എന്ത് ചെയ്തു, ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് നമ്മളെ ഗൂഗിൾ ഇതിൽ മിസ്തു പ്ലാസ്റ്റിക് എന്ന് അടിച്ചേരം അവരെ ലൊക്കേഷൻ കിട്ടി. ആ ലൊക്കേഷനിൽ നമ്മൾ ഈ 360 ഡിഗ്രി ഉണ്ടല്ലോ ഗൂഗിളിൻ്റെ ക്യാമറ, അപ്പോൾ ആ ക്യാമറ നോക്കി. അപ്പോൾ ഈ മിസ്തു പ്ലാസ്റ്റിക്കിൻ്റെ ബോർഡ് അത്ര ക്ലിയർ ആയിരുന്നില്ല. എന്നിട്ട് പിന്നെ അപ്പോൾ അതിൻ്റെ അടുത്തില്ലേ ഒരു ബോർഡ്, ആ ബോർഡിലൊരു നമ്പർ ഉണ്ട് വേറൊരു കമ്പനീൻ്റെ. ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ശരിക്കും.
അപ്പോൾ നമ്മളത് കിട്ടിയപാട് വിചാരിച്ചു ഓക്കെ ഇവനെ അടുത്ത് തന്നെ പിടിക്കുക, നമ്മൾ അങ്ങനല്ലേ വിചാരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ആ നമ്പർ നോക്കി, ആ നമ്പറിൽ നമ്മൾ വിളിച്ചു നോക്കി. അപ്പോൾ ആദ്യം വിളിച്ചേരം കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ നേരം ആ പുള്ളി തിരിച്ച് വിളിച്ചു, ആ നമ്പറിൽ നിന്ന് മിസ് കോൾ അങ്ങനെ കണ്ടുകൊണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഓക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക എന്ന് പറയുമ്പോൾ പുള്ളി എന്തോ തിരക്കിലായിരുന്നു. അപ്പോൾ കാര്യം മനസ്സിലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്ത് ഇവൻ ഉടായിപ്പ്, ഇവരെല്ലാം ഉടായിപ്പാന്നോ എന്നൊക്കെ ഡൗട്ട് തോന്നിയ നേരം, മൊത്തം സംശയമായി അന്നേരം. അത് കഴിഞ്ഞിട്ട് അവൻ കട്ട് ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ അവനെയും സംശയിച്ചു, ഇത് ഇവനാണോ ആളെന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു 2 hours 3 hours കഴിഞ്ഞിട്ടാകുമ്പം ആ പുള്ളി തിരിച്ച് വിളിച്ചു. പുള്ളി തിരിച്ച് വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ മിറ്റ്സു പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ്, നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു, മെറ്റീരിയൽ വന്നിട്ടില്ല, ഇപ്പം മൊബൈൽ സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കുന്നത്. അപ്പം പറഞ്ഞു അത് നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റാണ്, എൻ്റെ കമ്പനീൻ്റെ നെക്സ്റ്റിൽ തന്നെയാണ് ഇതില്ലത്. അപ്പോൾ നമ്മളിവിടെ ഒരു പിന്നെ എനിക്ക് പക്ഷേ അങ്ങനെ അറിയില്ല, നമ്മളിവിടെ ഒരു ചായ കൊണ്ടുവരുന്ന ഒരു പുള്ളിയുണ്ട്, ആ പുള്ളി പിന്നെ അറിയാം. ഞാൻ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവൻ വന്നിട്ടാകുമ്പോൾ വിളിക്കാം, അവനോട് ചോദിക്കാൻ എന്നിട്ട് ഇവർ അടുത്തുള്ള കമ്പനിയാണ്, പുള്ളിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എഗെയിൻ ഡൗട്ടൊക്കെ ആയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ കട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു, പുള്ളിക്ക് മനസ്സിലായി ഇന്നൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പം ഈ ചായക്കാരൻ വന്ന് ചോദിച്ചിട്ട് പുള്ളി അഗെയിൻ തിരിച്ചു വിളിച്ചേ. അപ്പോൾ വിളിച്ചിട്ടാകുമ്പോൾ പറഞ്ഞു നിങ്ങൾ പിന്നെ ഈ പറഞ്ഞ കമ്പനിയിലാണ് പുള്ളി, നമ്മളൊരു പേര് ഇതിലുണ്ടായിരുന്നു, എന്തോ ഒരു പേര്. അപ്പോൾ പിന്നെ ഈ ഫ്രോഡിൻ്റെ പേര്, ഈ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ എന്തോ പേര് പുള്ളി നമുക്ക് എന്നേരം സേവ് ചെയ്ത്. അപ്പോൾ അങ്ങനെയല്ല, അതല്ല പേര് വേറെ എന്നെല്ലാം പറഞ്ഞു. പുള്ളി വെക്കേഷനിലാണ്, ഫാക്ടറി ക്ലോസ്ഡ് ആണ്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ക്ലോസ്ഡ് ആണ്. അപ്പോൾ പിന്നെ ഫോറിനാണ് പുള്ളി, അങ്ങനെ ഒരാളൊന്നും അല്ല. ഏതായാലും പുള്ളി വന്നിട്ടാകുമ്പം ഞാൻ കോൺടാക്ട് ചെയ്താൽ വരികയാണെന്നെങ്കിൽ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ പറഞ്ഞു, ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കൊരു വിശ്വാസം തോന്നി, ഓക്കെ പുള്ളി അങ്ങനെ പറഞ്ഞല്ലോ ഏതായാലും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഡേയിൽ നമ്മൾക്ക് അഗൈൻ ഒരു കോൾ വരികയാണ്. അപ്പോൾ അത് പറഞ്ഞത് മുംബൈയിൽ നിന്ന് ഒരു പുള്ളി വിളിച്ചു. പുള്ളി ഇതേപോലെ എന്നെപ്പോലെ വേറൊരു ബിസിനസ് നടത്തുന്നതാണ്. അപ്പോൾ ആ പുള്ളി അപ്പോൾ ഇതേപോലെ ഗൂഗിൾ നോക്കി ഇതേ ആളെ വിളിച്ച്, അപ്പോൾ നമ്മളെ നമ്പർ ഈ ചായ കൊണ്ടുവരുന്ന പയ്യൻ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചായിരുന്നല്ലോ അമ്മ, ആ പുള്ളി ഈ പുള്ളിക്ക് വിളിച്ചു. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഈ പുള്ളിയുടെയും ഏകദേശം 40,000 സംതിങ് അങ്ങനെ പുള്ളീനെയും പോയിരിക്കുന്നത്. അപ്പോൾ ഇയാൾ പല ആളെയും പറ്റിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി എന്നോട് നമ്മളിങ്ങനെ കാര്യം പറഞ്ഞു, നമ്മൾ സൈബറിൽ ചെയ്തു. അപ്പോൾ പുള്ളി സൈബറിൽ ഒന്നും ചെയ്തിട്ടില്ല, ഇതിങ്ങനെ വെയിറ്റ് ചെയ്തു. നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തു, നമ്മളിങ്ങനെ സൈബറിൽ ഓൺലൈൻ ചെയ്തു, നമുക്ക് നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി അത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടു അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് നിങ്ങളെ പറ്റിച്ചാണെങ്കിൽ ഇത് ചാൻസ് കുറവാണ്, ഓക്കെ ഞാൻ സൈബറിൽ ചെയ്യാം, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ എന്നെയും വിളിക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഹിന്ദിക്കാരനാണ്, മുംബൈയിലില്ല. അപ്പോൾ പുള്ളി പിന്നെ കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ 2 ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് വിളിച്ചിട്ട് പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, പുള്ളി വന്നതുമില്ല. 1-2 പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തു, പുള്ളി പറഞ്ഞില്ല ഇത് ക്ലോസ്ഡ് ആണ്, അങ്ങനെ ഇതിൽ തന്നെയാണ്, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ഇൻസിഡൻറ്റും അത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ടാവുന്ന ആ ഒരു ശ്രമവും കൂടി നമ്മൾ നടത്തി. പിന്നെ ഏതായാലും ബാംഗ്ലൂരിൽ പോയിട്ട് ബാക്കി നോക്കാമെന്നുള്ളതിലാണ് അങ്ങനെ നമ്മൾ മെയ് 10th നമ്മൾ തിരിച്ച് ബാംഗ്ലൂരിലെത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ അടുത്തുനിന്ന് ഒരു അനക്കവും മെയിലോ വേറൊന്നും വന്നില്ല. നമ്മളിത് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ, നമുക്കറിയില്ലല്ലോ ഇതെങ്ങനെയാണ്. അവർ പറഞ്ഞു രജിസ്റ്റർ ചെയ്താൽ മതി, അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കോൺടാക്റ്റ് വരാത്തതുകൊണ്ട് പിന്നെ വൈഫ് തന്നെ പിന്നെ മെയിൽ ID ഒക്കെ നോക്കിയിട്ട് ഒരു ഫോളോ അപ്പ് മെയിൽ ഇട്ടു, നമ്മളിങ്ങനെ അങ്ങനെ നമ്മൾ മെയിൽ അയച്ചതിന് ശേഷം ചാമരാജ് നഗറിൽ നിന്ന് നമുക്കൊരു കോൾ വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾ നിയർ ബൈ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ഇലക്ട്രോണിക് സിറ്റി പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു അതിന് ഇവിടെ ഇല്ല, നിങ്ങൾ സൈബറിൽ തന്നെ പോകണം. അപ്പോൾ CN പിന്നെ HSR ലേഔട്ടിലാണ്, സൗത്ത് ഈസ്റ്റ് CN, അത് HSR ലേഔട്ടിലാണ്. അപ്പോൾ പിന്നെ നമ്മൾ സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ ആദ്യമായിട്ടാണ് സൈബർ പോലീസ് സ്റ്റേഷൻ കാണുന്നത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയി. അവിടെ പോയിട്ടാകുമ്പം നമ്മൾ ആപ്ലിക്കേഷനും കാര്യങ്ങളും നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഓൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മളൊരു ഇത് ഫില്ല് ചെയ്ത് കൊടുത്തു അവിടെ. അങ്ങനെ നമ്മളവിടെ പോയി ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ട് നമ്മളെ അക്കൗണ്ടും HDFC ആണ്. അപ്പം HDFCൻ്റെ ഇതിൽ നമ്മൾക്ക് ആർക്ക് അയച്ചു എന്നുള്ളത് നമ്മൾക്കുണ്ടല്ലോ.
അപ്പോൾ ആ പുള്ളിയുടെ അവരെ മിസ്റ്റർ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതും HDFC ആണ്. ആ HDFC അക്കൗണ്ട് നമ്പർ അവർ ടീമൊക്കെ ഉണ്ട്. നമ്മളെ ഓപ്പറേഷൻ ജാവ ടൈപ്പിൽ കുറേ ആൾക്കാർ എഴുതിയിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ നേരൊക്കെ ഇങ്ങനെ ഒരു സൈബറിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓപ്പറേഷൻ ജാവ മൂവീൻ്റെ ആ ഒരു സെറ്റപ്പ് ആ മൂവ്മെൻ്റ് ആയിരിക്കും എന്നല്ലോ ഇതിൽ ബാഗ് ഇപ്പോൾ പിടിച്ചു തരും ഇവനെ വിളിച്ച് എന്നുള്ള ഒരു ഇതിലാണല്ലോ പോകുന്നത്. അപ്പോൾ പിന്നെ അവിടെ പോയി അവർ നമ്പറൊക്കെ പെട്ടെന്ന് ഇത് ചെയ്ത് അവരവിടെയുള്ള HDFCൻ്റെ ടീമിനെ വിളിച്ചപ്പോൾ അല്ല അത് പിന്നെ ഈസിയാണ്. ഈവൺ എൻ്റെ ബ്രദർ ബാങ്കിലാണ്, പുള്ളീനെ അവനെ വിളിച്ചപ്പോൾ അവനൊക്കെ നോക്കി തരാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഇവർ പിന്നെ അക്കൗണ്ടിലൊക്കെ നോക്കുമ്പോൾ 5,000 റുപ്പീസേ ഉള്ളൂ. അവനപ്പോൾ അത് വിഡ്രോ ചെയ്തിട്ടുണ്ടാവും ഇത് ചെയ്യുന്നത്, പിന്നെ 5,000 ഉള്ളൂ. അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അവർ പറയുന്നത് 5,000 ഉള്ളൂ, നിങ്ങൾ ഏതായാലും ആപ്ലിക്കേഷൻ തന്നല്ലോ. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പിന്നെ അവർ നമ്മളെ മൊബൈലൊക്കെ മേടിച്ച് അവർ തന്നെ നമ്മളെ പിന്നെ അവരെ സൈബർ പോലീസിൻ്റെ ഇതിൽ റേറ്റിംഗ് ഒക്കെ കൊടുത്ത് അവരെന്നെ ചെയ്ത് നമ്മളോട് മേടിക്കുക, നമ്മളോട് ചെയ്യാൻ പറഞ്ഞല്ലോ, അവരെന്നെ മേടിച്ച് അവരെന്നെ പിന്നെ റേറ്റിംഗ് എല്ലാം കൊടുത്ത് ഫോണൊക്കെ തിരിച്ചു തന്ന്. അപ്പം നിങ്ങൾ ഇടയ്ക്കൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ വിട്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് 1-2 പ്രാവശ്യം ഫോളോ അപ്പിനൊക്കെ പോയി നമ്മളെ. അപ്പോൾ സിറ്റുവേഷൻ ഈവൻ നമ്മൾ ആ ഫസ്റ്റ് ഡേ പോകുമ്പം തന്നെയും ആ ഇവിടെ എത്രയോ നമ്മളെപ്പോലെ എത്രയോ ആൾക്കാരെന്ന് അറിയോ 10, 15, 20 ഒക്കെ ആൾക്കാർ ക്യൂ ആ ഓരോ പ്രശ്നവും. ചിലവർക്ക് കരഞ്ഞോടൊക്കെ വരുന്നുണ്ട് വേഗം വന്നിട്ട്. അത്രയും ഓരോ ആൾക്കാരെ എന്ന് വന്നതിലെ ലക്ഷങ്ങളും കോടികളൊക്കെ പോയ ആൾക്കാരാണ്. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചു ഇത്രയും ആൾക്കാരും വരുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മളെ 55,000 ഒക്കെ വല്ലതും നടക്കുമോ. ഇങ്ങനെ പല സംഭവങ്ങളായിട്ട് അവിടെ വരുന്നുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസിൽ ഷെയർ ചെയ്യുക. അവിടെ പല ആൾ എന്തെല്ലാം സൈബർ ഇഷ്യൂസ് കൊണ്ട് വന്നത് എന്നുള്ളതും ഷെയർ ചെയ്യാം. ഏതായാലും അന്ന് നമ്മൾ അതായിരുന്നു നമ്മൾ ഫസ്റ്റ്. ഇതൊക്കെ സംഭവിക്കുന്നത് മെയ്യിലാണ്. ഏകദേശം നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് മെയ്യിലാണ് നമ്മൾ കൊടുക്കുന്നത്, മെയ് 2023. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നതിന്, അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ ഒരു സിമിലർ ഇൻസിഡൻറ്റ് വരുന്നു, വേറൊരു പുള്ളി നമ്മളെ വിളിക്കുന്നു. അപ്പോൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഒറ്റൊരു ഇതിൽ പറയാൻ പറ്റില്ല. നമുക്കിതൊരു അനുഭവമാണ്. പിന്നെ വൈഫ് കട്ടക്ക് നിന്ന് കൂടെ അവളും എല്ലാത്തിനും നോക്കിയും കണ്ടും ചെയ്യാനും വിളിക്കാനും മെയിൽ അയക്കാനും എല്ലാം അവൾ ഫുള്ള് ഇനീഷ്യേറ്റീവ് എടുത്തായിരുന്നു. അപ്പോൾ അതിലും കൊണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ നാളെ എന്തെങ്കിലും പറ്റിയാൽ. അപ്പോൾ ആ സംഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യലാണ് ഈ എന്താ പറയുക ഫ്രോഡിൻ്റെ ഈ എപ്പിസോഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ.